കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത ഇവിടുത്തെ മോർച്ചറിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ആവിയായി പോയി എന്ന ഒരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. 2-3 ദിവസമായി ഇത്തരത്തിലുള്ളൊരു വാർത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന അനുസരിച്ച് മോർച്ചറിയിൽ ഈ മൃതശരീരം സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ഒരു മൃതശരീരം സൂക്ഷിക്കുന്നതിന് 500 രൂപയാണ് ഇവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിനുള്ള വാടക. ഈ വാടക ഇനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കിലാണ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ കാണാതായിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ അടുത്തിടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനൊന്നും കൃത്യമായൊരു മറുപടിയോ ഈ വിവാദങ്ങൾക്കൊന്നും കൃത്യമായൊരു ഇടപെടിയിലോ കാര്യക്ഷമമായ ആശുപത്രി മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളോ നടക്കാതെ വലിയ വീഴ്ചയായിരുന്നു ഈ ആശുപത്രി പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. നിരവധി ചികിത്സാപ്പിഴവുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനൊന്നും കൃത്യമായൊരു ഇടപെടിയിലോ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമോ ആശുപത്രിയിൽ നിലനിന്നിരുന്നില്ല. അതുകൊണ്ടുകൂടിയാവാം ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായത്. ഇവിടെ നിന്നും മാധ്യമങ്ങളിലേക്ക് വാർത്ത എത്തുന്നത് തടയാനുള്ള ശ്രമമുണ്ടായി. സ്വാഭാവികമായ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും ആശുപത്രിയിൽ എത്തുന്നത് തടയാനുള്ള ശ്രമങ്ങൾക്ക് മാത്രമാണ് ഈ ആശുപത്രിയിൽ നിന്നും പല സമയങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പം പുറത്തു വരുന്ന ഈ ഒരു വാർത്ത ഏറ്റവും ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെയാണ് ഈ പല ദിവസങ്ങളിലും മൃതശരീരങ്ങൾ വെക്കാൻ കഴിയാത്തവണ്ണം ഇവിടുത്തെ മോർച്ചറി ഫില്ലാണ്. അത്രമാത്രം തിരക്കാണ് ഇവിടുത്തെ മോർച്ചറി അനുഭവപ്പെടുന്നത്. ആ മോർച്ചറിയിലാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ കിട്ടാതായി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം രൂപയുടെ കുറവുണ്ടായിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് തന്നെ നടത്തിയ ഒരു പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിൽ കൂടുതൽ പരിശോധനകൾ, അതായത് ആദ്യത്തെ കുറച്ച് പൈസകളിൽ വ്യത്യാസം കണ്ടതുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ നടന്നത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുന്നത്. ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ കാണാതായിരിക്കുന്നുവെന്ന ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നു. എന്തായാലും ഈ പണം തിരിമറി നടത്തിയതോടെ, ഈ പണം കാണാതായതോടെ ഈ കൂടുതൽ പരിശോധനകൾ നടത്താൻ കഴിഞ്ഞ വർഷങ്ങളിൽ, പിന്നോട്ടുള്ള വർഷങ്ങളിലെ കണക്കുകൂടി പരിശോധിക്കാൻ ആശുപത്രി മാനേജ്മെൻറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വളരെ വലിയൊരു വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. കാരണം ഈ കണക്കുകൾ കൃത്യമായി നോക്കുകയോ ഓഡിറ്റ് ചെയ്യുകയോ ക്രോഡീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായതും ഈ തിരിമറി നടത്താൻ ഇത് നടത്തിയ ആൾക്ക് കഴിഞ്ഞിരിക്കുന്നതെന്നുള്ള പുതിയ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും വേണ്ടാത്ത ശ്രദ്ധയും അവിടുന്ന് ആളുകളെ അകറ്റി നിർത്താനും മാധ്യമങ്ങളെ പുറത്താക്കാനും ഒക്കെ ശ്രമിച്ചിരുന്ന അധികാരികൾ ഇക്കാര്യത്തിൽ ആശുപത്രിയുടെ ഭരണ സംവിധാനത്തിലും അതിനുള്ളിലെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഇടപാടുകളിലും വേണ്ടത്ര ജാഗ്രതയും ശ്രദ്ധയും പുലർത്തിയില്ല എന്നുള്ളതാണ് ഒരു വലിയ വീഴ്ചയായി തന്നെ ഇത് അവശേഷിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഒരേ മൃതശരീരങ്ങൾ പല ദിവസങ്ങളിലായി സൂക്ഷിക്കുമ്പോൾ, അതായത് ചില മൃതശരീരങ്ങൾ 3-4 ദിവസമൊക്കെ സൂക്ഷിക്കപ്പെടുന്നു. ഇത്തരത്തിൽ 3-4 ദിവസം സൂക്ഷിക്കുമ്പോൾ ആ വരുന്ന വലിയ തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ തിരിമറി നടത്തിയെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് 2-3 ദിവസമായി ഇത്തരത്തിലുള്ളൊരു പ്രചരണം പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ഈ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നടപടികളിലേക്കൊന്നും ആശുപത്രി സൂപ്രണ്ട് കടന്നിട്ടില്ല. ഇതിൻ്റെ അന്വേഷണം നടക്കുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കൊട്ടാരക്കര പോലെ ഒരു താലൂക്ക് ആശുപത്രി, പ്രത്യേകിച്ചും ഇവിടുത്തെ ധനമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു ആശുപത്രി കൂടിയാണ്. ആശുപത്രി മന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഫണ്ടിൽ നിന്നൊക്കെ ചെലവഴിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ചോർച്ച പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് വളരെയധികം അതൃപ്തിയുണ്ട്. കാരണം അവിടെ പല കാര്യങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കുന്നതിന് നേരിട്ട് ആശുപത്രി സൂപ്രണ്ടുമായും അവിടുത്തെ അധികാരികളുമായും മന്ത്രി വളരെ ദേഷ്യത്തോടെ സംസാരിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും നന്നാവുന്ന ലക്ഷണത്തിലൂടെ അല്ല പോകുന്നത്. എന്തായാലും അവിടെ ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണമാണ്. പുറത്തുനിന്നുള്ള ആളുകളെ അകറ്റി നിർത്തുമ്പോഴും യുവജന സംഘടനകളെയും മാധ്യമങ്ങളെയും അകറ്റി നിർത്തുന്നതിന് പകരം ഇത്തരത്തിൽ ഭരണ സംവിധാനത്തിൽ കൃത്യമായ ശ്രദ്ധ ഒരുപക്ഷെ കേന്ദ്രീകരിച്ചെങ്കിൽ ഈ പണം നഷ്ടപ്പെടില്ലായിരുന്നു. ഇത് ഒരുപക്ഷെ പിന്നോട്ട് പരിശോധിക്കുമ്പോൾ വലിയ കണക്കുകളായിരിക്കും. പിന്നോട്ട് പരിശോധിക്കാൻ ചിലപ്പോൾ രേഖകൾ കൂടി കാണില്ല. എന്തായാലും വളരെ വലിയൊരു വാർത്തയാണ് ഈ സമയത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മൃതശരീരം സൂക്ഷിക്കുന്ന
സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണത്തിലാണ് ഇപ്പോൾ തിരിമറി ഉണ്ടായിരിക്കുന്നത്. മൃതശരീരം പോലും സുരക്ഷിതമല്ലാതായി, അല്ലെങ്കിൽ മൃതശരീരം സൂക്ഷിക്കുന്ന കാര്യത്തിലെ പണമിടപാടിൽ വേണ്ടത്ര സുരക്ഷ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ വീഴ്ചയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്.